Hello Makale, welcome back to Eduport English class. This is me Varnita, your favorite English teacher. So today we are going to discuss one of the most important poems in your English textbook. നമ്മുടെ first unitലെ last lesson ആണ് ഇത് if എന്ന് പറയുന്ന ഒരു poem അല്ലേ. So ഈ പോയം എഴുതിയിട്ടുള്ളത് റൂഡിയാർഡ് കിപ്ലിംഗ് ആണ്. ഓക്കെ, റൂഡിയാർഡ് കിപ്ലിംഗ് ആണ് ഈ പോയം എഴുതിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പോയത്തിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാദർ സണ്ണിന് കൊടുക്കുന്ന കുറച്ച് അഡ്വൈസസ് ആണ്, കുറച്ച് ഉപദേശങ്ങളാണ്. അതായത് അല്ലെ മോനെ, എങ്ങനെയൊക്കെയാണ് നിന്റെ ലൈഫിൽ സിറ്റുവേഷൻ വരാൻ പോകുന്നത്, അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും നീ കാം ആയിട്ടിരിക്കണം അല്ലെ, നീ ഭയങ്കര റെസിലിയന്റ് ആയിട്ടിരിക്കണം. നിനക്ക് എന്താ പറയാ, ഒരുപാട് സാക്രിഫൈസസ് സഹിക്കേണ്ട വന്നേക്കാം, പക്ഷെ അപ്പോഴും നീ അതൊക്കെ സഹിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, ഈ ലോകം തന്നെ നിനക്ക് നിന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയും എന്നുള്ള ഒരു കൈൻഡ് ഓഫ് അഡ്വൈസ് കൊടുക്കുന്ന ഒരു പോയമാണ് ഈ നമ്മുടെ ഇഫ് എന്നുള്ളത് കേട്ടോ. യെസ്, സോ ഈ ഒരു പോയമിന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്രീഫ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ ഇതിൽ പറഞ്ഞു തരിക എന്നുള്ളതാണ്. സോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. യെസ്, സോ ഇഫ് ഇസ് എ ഡൈഡാക്റ്റിക് പോയം. നൗ വാട്ട് യു മീൻ ബൈ എ ഡൈഡാക്റ്റിക് പോയം? നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ ഒരു ഡൈഡാക്റ്റിക് പോയം എന്നുള്ളത്. ഡൈഡാക്റ്റിക് പോയം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചു തരുന്ന, അതായത് എ പോയം ഇൻ ദ ഫോം ഓഫ് എ ടീച്ചർ. ഓക്കെ, ഒരു കവിത ഒരു ടീച്ചർ ആവുന്നത് എങ്ങനെയാണ്, അതുപോലെയാണ് ഒരു ഡൈഡാക്റ്റിക് പോയം എന്ന് പറഞ്ഞാൽ കേട്ടോ. നമുക്ക് ഈ ഒരു പോയമിലൂടെ നമ്മുടെ ലൈഫിലേക്കുള്ള ഒരുപാട് ലെസൺസ് അല്ലെ, ഇപ്പം ഇതിനകത്തൊരു ഫാദർ ഒരു സണ്ണിന് കൊടുക്കുന്ന അഡ്വൈസസ് ആണെന്നുണ്ടെങ്കിൽ പോലും അത് ഓരോ റീഡേഴ്സിനുള്ള ഓരോരോ വായനക്കാരനുള്ള ഒരു അഡ്വൈസ് ആയിട്ടാണ് ഇത് മാറുന്നത് കേട്ടോ. സോ ദിസ് പോയം ഇസ് എ ഡൈഡാക്റ്റിക് പോയം അല്ലെ. ഇഫ് ഇസ് എ ഡൈഡാക്റ്റിക് പോയം ബിക്കോസ് ഇറ്റ് ടീച്ചസ് us how to become a strong, mature and responsible human being. എങ്ങനെയാണ് ഒരു സ്ട്രോങ്, മെച്ചൂർ ആൻഡ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ആവേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോയമിലൂടെ പഠിക്കുന്നത്. ഈച്ച് ലൈൻ ടെൽസ് us what we should do in difficult situations അല്ലെ. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എങ്ങനെ നമ്മൾ അതിനെ ഫേസ് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ അതിനെ അല്ലെ തരണം ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു തരാണ് ചെയ്യുന്നത്. ബി പേഷ്യന്റ് അല്ലെ, വളരെയധികം പേഷ്യന്റ് ആയിരിക്കണം. സ്റ്റേ കാം, ബി ഓണസ്റ്റ്, സത്യസന്ധനായിട്ടിരിക്കണം. ആൻഡ് സ്റ്റേ ഹോപ്പ്ഫുൾ, അതുപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷയോടെയും ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. ദ പോയം ഇസ് അബൌട്ട് ബിൽഡിംഗ് ക്യാരക്ടർ, റെസിലിയൻസ്, ഹ്യൂമിലിറ്റി, പേഷ്യൻസ്, ഓണസ്റ്റി ആൻഡ് കറേജ് അല്ലെ. സോ എന്തിനെ കുറിച്ചാണ്? ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച്, റെസിലിയൻസ് അല്ലെ, സഹനശേഷി ഉണ്ടാവുന്നതിനെ കുറിച്ചിട്ട്, ഹ്യൂമിലിറ്റി, പേഷ്യൻസ്, ക്ഷമ ഉണ്ടാവുന്നതിനെ കുറിച്ച്, എന്തിനും അല്ലെ, എന്ത് വന്നു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു എന്താ പറയുക ഉറച്ച മനസ്സോടെ നിൽക്കാൻ അല്ല ഒരു പ്രാപ്തി നേടുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പോയമിൽ പറയുന്നത്. ഇറ്റ് ടീച്ചസ് ഹൗ ടു ഫേസ് ചാലഞ്ചസ് ആൻഡ് ഗ്രോ ഇൻ ടു എ റെസ്പോൺസിബിൾ ഹ്യൂമൻ ബീങ്. എങ്ങനെയാണ് ചാലഞ്ചസിനെല്ലാം മറികടന്ന് ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ആവേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പോയമിൽ പറഞ്ഞത് കേട്ടോ. ഏറ്റവും ബ്രീഫ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഇത്രയാണ് ഈ ഒരു പോയമിൽ വരുന്നത്. ഇനി നമുക്ക് അതിനകത്തുള്ള കുറച്ചുകൂടി ഡീറ്റെയിലിംഗിലേക്ക് പോകാം. ഇഫ് എന്ന് പറയുന്ന ഒരു വേർഡിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു പോയമിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. സോ അതിന് എന്താ പറയുന്നത്? ഇഫ് യു ക്യാൻ കീപ് അല്ലെ, നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നുള്ളൊരു കണ്ടീഷൻ വെക്കുകയാണ് കേട്ടോ. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലൂസിങ് ദെയർസ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു അല്ലെ. മറ്റുള്ളവരെല്ലാവരും അവരുടെ മനസ്സ് നഷ്ടപ്പെട്ട് നിന്നെ ബ്ലെയിം ചെയ്യുമ്പോഴും നിന്നെ കുറ്റപ്പെടുത്തുമ്പോഴും നിനക്ക് തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ അല്ലെ. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു, നിന്റെ ചുറ്റിലുള്ളവർ മുഴുവനും നിന്നെ സംശയിക്കുമ്പോഴും നിനക്ക് നിന്നിൽ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ. ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു, അതേസമയം അവരെന്തിനു നിന്നെ സംശയിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നിനക്ക് ചിന്തിക്കാനും കൂടെ കഴിയണം. ഓക്കെ, അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും കൂടെ നിനക്ക് കഴിയുമെങ്കിൽ. പിന്നെ ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ഓഫ് വെയിറ്റിംഗ്, നിനക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ, നിനക്ക് ക്ഷമയുണ്ടെങ്കിൽ, കാത്തിരിക്കാൻ കഴിയുമെങ്കിൽ. ആൻഡ് നോട്ട് ബി ടയർഡ് ഓഫ് വെയിറ്റിംഗ് അല്ലെ, കാത്തിരുന്നിട്ടും നിനക്ക് മുഷിപ്പ് അനുഭവിക്കാതിരിക്കുമെങ്കിൽ എന്ന് വെച്ചാൽ അവിടെ എന്താണ്? യെസ്, പേഷ്യൻസിനെ, ക്ഷമേനെയാണ് ആ പോയിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ ഓർ ബീങ് ലൈഡ് അബൌട്ട്, ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. നിന്നെ കുറിച്ച് ഒരുപാട് നുണങ്ങൾ കേട്ടേക്കാം അല്ലെ, നിന്നെ കുറിച്ച് ഒരുപാട് പേര് നുണ പറഞ്ഞാൽ കേട്ടേക്കാം, പക്ഷെ നീ തിരിച്ച് അവർക്ക് മറുപടി കൊടുക്കുന്നത് ഒരിക്കലും നുണയിലാവരുത് എന്നുള്ളതാണ്. ദെൻ ഓർ ബീങ് ഹേറ്റഡ്, ഡോണ്ട് ഗിവ് വേ ടു ഹേറ്റിംഗ്. നിനക്കെതിരെ ഒരുപാട് ഹെയ്റ്റ് ക്യാമ്പയിൻസ് അല്ലെങ്കിൽ ഒരുപാട് പേര് നിനക്കെതിരെ വെറുപ്പായിട്ട് വന്നേക്കാം, പക്ഷെ അവർക്ക് തിരിച്ചങ്ങോട്ട് നീ എന്ത് ചെയ്യരുത്? വെറുപ്പ് സ്പ്രെഡ് ചെയ്യാതെ നീ വെറുപ്പ് സ്പ്രെഡ് ചെയ്യരുത്, അല്ലെങ്കിൽ അങ്ങനെ വെറുപ്പ് സ്പ്രെഡ് ചെയ്യാതെ ഇരിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോർ ടു വൈസ്. അതേപോലെ തന്നെ വേറൊരു ഉപദേശം കൂടെ കൊടുക്കുകയാണ്. ഡോണ്ട് ലുക്ക് ടു ഗുഡ് അല്ലെ, നമ്മൾ ഭയങ്കര പൊങ്ങച്ചം കാണിക്കരുത്, ഞാൻ എന്തോ ഭയങ്കര സംഭവമാണ്, ഞാൻ ഭയങ്കര പൊങ്ങച്ചം കാണിക്കരുത്. ആൻഡ് നോട്ട് ടോക്ക് ടു വൈസ് അല്ലെ, ഭയങ്കര ബുദ്ധിമാനാണെന്നുള്ള രീതിയിൽ, അതായത് ഭയങ്കരമായിട്ട് പൊങ്ങച്ചം കാണിക്കാതിരിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അല്ലെ. അപ്പൊ ഇതൊക്കെ കുറച്ച് കണ്ടീഷൻസ് ആണ്. ഇനി നെക്സ്റ്റ് സെറ്റ് ഓഫ് കണ്ടീഷൻസ് എന്തൊക്കെയാ നോക്കാം.
ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. നിനക്ക് സ്വപ്നം കാണാൻ കഴിയണം, എന്നാൽ നിന്നെ നയിക്കുന്നത് ആരായിരിക്കരുത്? സ്വപ്നങ്ങളായിരിക്കരുത്. സ്വപ്നങ്ങൾ കാണണം, പക്ഷെ നമ്മളൊരു സ്വപ്നജീവിയായിട്ട് മാറരുത്. ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം. അല്ലെ, നീ ചിന്തിക്കണം, നീ എപ്പോഴും ആലോചിക്കണം, ചിന്തിക്കണം, പക്ഷെ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക എന്നുള്ളത് ഒരു എയിമായി മാറരുത്. ചിന്തിക്കണം, സ്വപ്നം കാണണം, പക്ഷെ അത് നിന്നെ എന്ത് ചെയ്യരുത്? കൺട്രോൾ ചെയ്യരുത്. നീയാണ് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത് അല്ലേ? ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ഇവിടെ ഇമ്പോസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആ വേഷം മാറി വരുന്ന ആൾക്കാർ, ആൾമാറാട്ടക്കാരെന്നുള്ളതാണ്. സോ ട്രയംഫ് എന്ന് പറഞ്ഞാൽ വിക്ടറി, ജയമാണ്. ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ ദുരന്തമാണ്. സോ ലൈഫിൽ നമുക്ക് ഇങ്ങനെ വേഷം മാറി വരുന്ന രണ്ടുപേരാണ് വിജയവും പരാജയവും അല്ലെ. ഇവർ രണ്ടുപേരെയും ഒരേപോലെ കാണാൻ കഴിയുമെങ്കിൽ, അതായത് നമ്മൾ സക്സസ്ഫുൾ ആവുന്ന സമയത്ത് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുക, വിഷമം വരുന്ന സമയത്ത് ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുക, അങ്ങനെയല്ല, രണ്ടിനെയും ബാലൻസിൽ കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ. ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ ദ ട്രൂത്ത് യു ഹവ് സ്പോക്കൺ ട്വിസ്റ്റഡ് ബൈ നേവ്സ് ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്. നിന്നെ കുറിച്ച് നീ പറഞ്ഞ വാക്കുകൾ അല്ലെ വളച്ചൊടിച്ച് മറ്റുള്ള ആൾക്കാർ, നേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഭയങ്കര മോശം പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ നീ പറഞ്ഞ വാക്കിനെ വളച്ചൊടിച്ചിട്ടുണ്ടാവും മറ്റു വിഡ്ഢികളെ എന്താണ് ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അത് കേൾക്കുമ്പോഴും നിനക്ക് ഉറച്ച മനസ്സോടെ നിൽക്കാൻ കഴിയുമെങ്കിൽ. ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ ആൻഡ് സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ദം അപ്പ് വിത്ത് വോൺ ഔട്ട് ടൂൾസ്. നീ ജീവൻ കൊടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില സാധനങ്ങൾ ഉണ്ടാവും, അത് ചിലപ്പോൾ ബ്രോക്കൺ ആയിട്ട് തകർന്നടിഞ്ഞ നിലയിൽ നിനക്ക് കാണേണ്ടതായിട്ട് വരും. അപ്പോഴും എന്ത് ചെയ്യണം? നിന്റെ ചിലപ്പം അല്ലെ മൂർച്ച പോയിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും മൂർച്ചയില്ലാത്ത വോൺ ഔട്ട് ആയിട്ടുള്ള നിന്റെ ടൂൾസ് ഉണ്ടാവും. അത് വെച്ചിട്ട് നിനക്ക് അതൊന്നും കൂടെ മാറ്റിപ്പണിയാൻ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നുള്ളൊരു കണ്ടീഷനും കൂടെ പറയാണ്. ഇനി തേർഡ് സ്റ്റാൻസ് നോക്കിക്കേ. If you can make one heap of all your winnings and risk it on one turn of pitch and toss. ഒരു ചൂതാട്ടത്തിൽ എന്ന പോലെ നിന്റെ സക്സസിനെ മുഴുവൻ കുന്നുകൂട്ടി വെച്ച് ഒരു ചൂതാട്ടത്തിൽ എന്ന പോലെ നിനക്ക് അത്ര അതിനെ റിസ്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ലൈഫിൽ റിസ്കുകൾ എടുക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ആൻഡ് ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗൈൻ അറ്റ് യുവർ ബിഗിനിങ്സ്. മേ ബി നീ നിന്റെ സക്സസിനെ കൂട്ടി വെച്ചതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഒന്നും അല്ലാണ്ട് തകർന്നടിഞ്ഞേക്കാം അല്ലെ. അപ്പോഴും ആൻഡ് സ്റ്റാർട്ട് അഗൈൻ അറ്റ് യുവർ ബിഗിനിങ്സ്, ഒന്നേന്ന് തുടങ്ങാൻ വേണ്ടി അല്ലെ, ഡസ്റ്റിൽ നിന്നും ഒന്നും ഇല്ലാത്തടന്ന് പിന്നെയും നിനക്ക് തുടങ്ങാൻ കഴിയുമെങ്കിൽ. ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ്. എന്നിട്ടും നിന്റെ പരാജയത്തിനെ കുറിച്ച്, ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് പറ്റിപ്പോയല്ലോ എന്നുള്ള ഒരു പരാജയത്തിനെ കുറിച്ച് നിനക്ക് പറയാതിരിക്കാൻ പറ്റുമെങ്കിൽ അല്ലെ. ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന്യൂ ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ അല്ലെ. നിന്റെ മനസ്സും ശരീരവും ഹൃദയവും എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് നഷ്ടപ്പെട്ടത് എല്ലാത്തിനും തിരിച്ച് പിടിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ. ആൻഡ് സോ ഹോൾഡ് ഓൺ വെൻ ദർ ഇസ് നത്തിങ് ഇൻ യു എക്സെപ്റ്റ് ദ വിൽ വിച്ച് സേസ് ടു ദം ഹോൾഡ് ഓൺ. നിന്റെ ഉള്ളിൽ ചിലപ്പോൾ വേറെ ഒന്നും ഉണ്ടാവില്ല, വേറെ ഒരു സംഗതി നിന്റെ കൈമിൽ ഉണ്ടാവില്ല, പക്ഷെ നിന്റെ വിൽ പവർ, നിന്റെ ഒരു ശക്തി അല്ലെ, നിന്റെ മനഃശക്തി മാത്രം കൊണ്ട്, ഹോൾഡ് ഓൺ എന്ന് പറയുന്ന നിന്റെ ആ ഒരു മനഃശക്തി കൊണ്ട് മാത്രം നിനക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുമെങ്കിൽ. അതായത് റിസ്കുകൾ എടുത്തിട്ട് ചിലപ്പോൾ ആ റിസ്കിൽ നിന്നും നമുക്ക് പരാജയങ്ങൾ വന്നേക്കാം, എന്നാൽ ആ പരാജയത്തിൽ ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്താൻ പാടില്ല അല്ലെ. കുറ്റപ്പെടുത്തി അവിടെ ഇരിക്കാതെ അതിൽ നിന്നും നമ്മൾ പിന്നെയും മുന്നോട്ട് വരണം. നമ്മുടെ വിൽ പവർ കൊണ്ട്, നമ്മുടെ മനഃശക്തി കൊണ്ട് നിനക്ക് മുന്നോട്ട് വരാൻ കഴിയുമെങ്കിൽ എന്ന് പറയാണ്. And fourth stanza endana, if you can talk with crowds and keep your virtue, or walk with kings nor lose the common touch. If you can talk with crowds അല്ലെ, നിനക്ക് ആൾക്കൂട്ടത്തിലേക്ക് ഒരു അല്ലെ സംസാരിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ, and keep your virtue, അതായത് ഒരുപാട് പേരെടുത്ത് സംസാരിക്കുമ്പോഴും നീ നിന്റെ virtue, നീ നിന്റെ സത്യങ്ങളെയും നിന്റെ ഗുണഗണങ്ങളെയും എന്താണ് മുറുക്കി പിടിച്ചിട്ട് നിനക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ, or walk with kings, രാജാക്കന്മാരോടൊപ്പവും സാധാരണക്കാരോടൊപ്പവും ഒരേപോലെ അവരെ ഒരുപോലെ കണ്ട് ഒരുപോലെ ട്രീറ്റ് ചെയ്ത് അല്ലെ ഒരുപോലെ നിനക്ക് നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ. ഇഫ് നെയ്തർ ഫോഴ്സ് നോർ ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു, നിന്റെ ശത്രുക്കൾക്കോ നിന്റെ സുഹൃത്തുക്കൾക്കോ നിന്നെ ഹേർട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ. ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച്, കൂടെയുള്ള എല്ലാവരും ഒരുമിച്ച് ചേർത്ത് പിടിക്കുമ്പോഴും അവരിൽ ആരും ഒരുപാട് പ്രാധാന്യം കൊടുക്കാതിരിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് കൂട്ടിപ്പിടിക്കുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇട്ടേച്ച് പോകുന്നത്. സോ ഒരാൾക്കും ഒരു പരിധിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ. ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗിവിംഗ് മിനിറ്റ് വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ അല്ലെ, നിനക്ക് സമയത്തിന് നിനക്ക് വാല്യൂ ഉണ്ടെങ്കിൽ, അവിടെ ടൈമിന്റെ ആ 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ എന്ന് പറയുമ്പോൾ ടൈമിനെ നിനക്ക് വാല്യൂ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അല്ലെ. yours is the earth and everything that's in it, and which is more, you'll be a man my son. ഈ ഭൂമി ഇങ്ങനെയൊക്കെ നിനക്ക് ചെയ്യാൻ കഴിയെങ്കിൽ ഈ ഭൂമി നിനക്കുള്ളതാണ്. and everything that's in it, ഈ ഭൂമിയിലുള്ള എല്ലാം നിനക്കുള്ളതാണ്. and which is more, you'll be a man my son അല്ലെ, നീ ഒരു മനുഷ്യനായി മാറുകയാണ് ചെയ്യുന്നത് മകനെ എന്ന് പറയാണ് ആ ഒരു അച്ഛൻ ആ ഒരു മകനോട് ചെയ്യുന്നത്.
യെസ്, അപ്പൊ ഫസ്റ്റ് സ്റ്റാൻസയിൽ എന്താണ്? സെൽഫ് കൺട്രോൾ ആൻഡ് പേഷ്യൻസിനെ കുറിച്ചാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് അല്ലെ. സ്റ്റേ കാം വെൻ അതേഴ്സ് ലോസ് ദിയർ ടെമ്പർ. മറ്റുള്ളവർക്ക് അവരുടെ ടെമ്പർ നഷ്ടപ്പെടുമ്പോഴും നീ ഒരു കാം ആയിട്ടിരിക്കണം. ട്രസ്റ്റ് യുവർ സെൽഫ് ഈവൻ വെൻ ഡൗട്ടഡ്. മറ്റുള്ളവർ നിന്നെ സംശയിക്കുമ്പോഴും നിനക്ക് നിന്നിൽ ഒരു വിശ്വാസം വേണം. അവോയ്ഡ് ലൈയിങ് ഓർ ഹേറ്റിംഗ് റിട്ടേൺ അല്ലെ. മറ്റുള്ളവരോട് കള്ളം പറയാനും പാടില്ല, അവർ നിന്നെ കുറിച്ച് വെറുക്കുമ്പോഴും നീ അവരെ വെറുത്ത് കാണാൻ പാടില്ല. ഡോണ്ട് ബോസ്റ്റ് ഓർ പ്രിറ്റൻഡ് ടു ബി ടു വൈസ് അല്ലെ. പൊങ്ങച്ചം കാണിക്കാൻ പാടില്ല, വലിയൊരു ബുദ്ധിമാനാണെന്നുള്ള രീതിയിൽ ഒരിക്കലും പൊങ്ങച്ചം കാണിക്കാൻ പാടില്ല. സ്റ്റാൻസ 2 എന്താ പറയുന്നത്? കറേജ് ആൻഡ് റിസ്ക് ടേക്കിംഗ് അല്ലെ. എന്ത് വന്നെങ്കിലും റിസ്ക് എടുക്കാനുള്ള, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ കാണണം അല്ലെ. നമ്മൾ ഡ്രീം ചെയ്യണം, പക്ഷെ ആ ഡ്രീം നമ്മളെ മാസ്റ്റർ ചെയ്യരുത് അല്ലെ. ഡ്രീം ആൻഡ് പ്ലാൻ ബട്ട് സ്റ്റേ പ്രാക്ടിക്കൽ. അതായത് പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയണം. തിങ്ക് ഫ്രീലി വിത്തൗട്ട് ബീങ് നാരോ മൈൻഡഡ് അല്ലെ. നാരോ മൈൻഡഡ് അല്ലാതെ ഫ്രീ ആയിട്ട് അല്ലെ വലിയ രീതിയിൽ ചിന്തിക്കാൻ കഴിയണം. ആക്സെപ്റ്റ് വിൻസ് ആൻഡ് ലൂസസ് ഈക്വലി അല്ലെ. ആ ട്രയംഫിനും ഡിസാസ്റ്ററിനും രണ്ട് ഇമ്പോസ്റ്റേഴ്സ് ആണ്, വേഷം മാറി വരുന്നുണ്ട് പേരാണെന്നുള്ള രീതിയിൽ കണ്ട് അവർ രണ്ടുപേരും ബാലൻസ് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. ടേക്ക് ബിഗ് റിസ്ക്സ് ആൻഡ് സ്റ്റാർട്ട് അഗൈൻ വിത്തൗട്ട് കംപ്ലൈന്റ് അല്ലെ. ഒരു കംപ്ലൈന്റും ഇല്ലാണ്ട് എന്ത് ചെയ്യണം? വലിയ റിസ്കുകൾ വന്നാൽ അതിനെ ഏറ്റെടുക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ. തേർഡ് സ്റ്റാൻസ് എന്താണ്? ഡിറ്റർമിനേഷൻ ആൻഡ് പെർസെവറൻസ് ആണ് തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത്. കീപ് ഗോയിങ് ഈവൻ വെൻ ടയർഡ്. എത്ര നീ ക്ഷീണിച്ചു കഴിഞ്ഞാലും നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ. പുഷ് ത്രൂ വിത്ത് ഇന്നർ സ്ട്രെങ്ത് വെൻ ഫിസിക്കൽ സ്ട്രെങ്ത് ഇസ് ഗോൺ അല്ലെ. ശാരീരികമായിട്ട് നീ തളർന്നു വീഴുകയാലും എന്താണ്, നിന്റെ ഇന്നർ സ്ട്രെങ്ത് കൊണ്ട് നിനക്ക് മുന്നോട്ട് വരാൻ പറ്റുമെങ്കിൽ, നിന്റെ വിൽ പവർ കൊണ്ട് നിനക്ക് മുന്നോട്ട് വരാൻ പറ്റുമെങ്കിൽ. ഹോൾഡ് ഓൺ വിത്ത് ഷിയർ വിൽ പവർ വെൻ എവറിത്തിങ് എൽസ് ഫെയിൽസ് അല്ലെ. മറ്റുള്ളതെല്ലാം നീ ഉണ്ടാക്കി വെച്ചതെല്ലാം മണ്ണായി കഴിഞ്ഞാലും അതിന്ന് ഒന്നേന്ന് തുടങ്ങാൻ നിന്റെ വിൽ പവർ കൊണ്ട് നിനക്ക് കഴിയുമെങ്കിൽ. ആൻഡ് ലാസ്റ്റ് സ്റ്റാൻസ് എന്താണ്? ബാലൻസ് ആൻഡ് ഹ്യൂമിലിറ്റി ആണ്. ലിവ് ഫുള്ളി വിത്തൗട്ട് ബീങ് സ്വെയ്ഡ് ബൈ ഫ്രണ്ട്സ് ഓർ എനിമീസ് അല്ലെ. ശത്രുക്കളാലോ സുഹൃത്തുക്കളാലോ നമ്മളെ മേ ബി ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്ന ആരായിരിക്കും? നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. കാരണം നമ്മളെ കൂടെ നിന്ന് ചതിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും അല്ലെ. സോ ഫ്രണ്ട്സ് ആയാലും എനിമീസ് ആയാലും രണ്ടുപേരും എന്ത് ചെയ്യരുത്? ഒരുപാട് നമ്മളോട് വിശ്വസിക്കരുത്, അല്ലെങ്കിൽ അല്ലേ അവർക്ക് രണ്ടുപേർക്കും ഒരേപോലെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. അവർക്ക് രണ്ടുപേർക്കും നമ്മളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കരുത്. വാല്യൂ ഓൾ പീപ്പിൾ ഈക്വലി, റിച്ച് ഓർ പുവർ അല്ലെ. റിച്ച് ആണോ പുവർ ആണോ എന്നുള്ളത് നോക്കിയിട്ടല്ല, എല്ലാവർക്കും ഒരേ പോലെ വാല്യൂ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. മേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ടൈം. സമയത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇഫ് യു അച്ചീവ് ഓൾ ദിസ് യു വിൽ ബി മെച്യൂർ ആൻഡ് ട്രൂലി സക്സസ്ഫുൾ അല്ലെ. ഇതെല്ലാം നിനക്ക് നേടാൻ പറ്റുമെങ്കിൽ നീ എന്താണ്? നീ മെച്യൂർ ആണ്, നീ സക്സസ്ഫുൾ ആയിട്ട് ലൈഫിൽ ഉറപ്പായിട്ട് സക്സസ്ഫുൾ ആയിട്ട് വരും. സോ ഇത്രയാണ് ആ ഒരു പോമിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, നമുക്ക് എന്താ പറയുക, നമ്മുടെ ലൈഫിലേക്ക് ഒരു ലെസൺ എന്നുള്ള പോലെ നിൽക്കുന്ന ഒരു പോയമാണിത്. സോ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് മിസ് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. യെസ്, അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.